സംഘടിപ്പിക്കുകയാണ്. ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നതിനായി ABPയുടെ സംസ്ഥാന സെക്രട്ടറി EU ഈശ്വർ പ്രസാദിനെ ക്ഷണിച്ചുകൊള്ളുന്നു. എത്രയും പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നാട്ടുകാരെ, മാധ്യമ സുഹൃത്തുക്കളെ, നമുക്കറിയാം ഇന്ന് ഈ കേരളം അനുദിനം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ സർക്കാരിന്റെ ഭരണപരാജയങ്ങളാണ്. കേരളത്തിൽ മാധ്യമങ്ങളുടെ മുന്നിൽ ഇവിടുത്തെ മന്ത്രിമാരെ കൊട്ടിഘോഷിക്കാറുണ്ട്. ഈ കേരളത്തിലെ എല്ലാം 5 സ്റ്റാർ തരത്തിലാണ് ഉള്ളതെന്ന്, ഈ കേരളം നമ്പർ 1 ആണ് എന്ന് പറയാറുണ്ട്. നമ്മളൊക്കെ അതിൽ ചിലപ്പോൾ അഭിമാനിക്കാറുമുണ്ട്. പക്ഷേ കേരളത്തിലെ വിദ്യാലയങ്ങൾ 5 സ്റ്റാർ ആണെന്ന് പറയുന്ന ശിവൻകുട്ടി, ഇവിടുത്തെ പൊതുവിദ്യാഭ്യാസ മന്ത്രി, ഇനിയും ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ടില്ല എന്നതിൻ്റെ ഉദാഹരണമാണ് ഇന്നലെ നമുക്ക് കാണേണ്ടി വന്നത്. ഈ കേരളത്തില് ക്യാമ്പസുകളിലെ വിദ്യാർത്ഥികൾ പഠിക്കാൻ പോകുന്ന സമയത്ത്, സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ പഠിക്കാൻ പോകുന്ന സമയത്ത് വയനാട്ടിലെ പാമ്പ് കടിച്ച് ഒരു വിദ്യാർത്ഥിക്ക് മരിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇന്നലെ നമ്മുടെ അനിയനും ഇതിനെ തേവലക്കര സ്കൂളിൽ നമുക്ക് നഷ്ടപ്പെട്ടു. കാസർഗോഡ് 5 സ്റ്റാർ എന്ന് പറയുന്ന സ്കൂള്, ഇവിടുത്തെ മന്ത്രിമാർ പറയുകയാണല്ലോ നമ്മുടെ സ്കൂളെല്ലാം 5 സ്റ്റാർ ആണെന്ന്. ആ 5 സ്റ്റാർ എന്ന് പറയുന്ന അത്ര നിലവാരമുണ്ട് എന്ന് പറയുന്ന സ്കൂളിൽ ഭക്ഷണത്തിൻ്റെ സാധനങ്ങൾ വയ്ക്കുന്നത് ടോയ്ലറ്റിൻ്റെ അടുത്താണ്, ടോയ്ലറ്റ് മുറിയിലാണ്. ഇതാണോ 5 സ്റ്റാർ? ഇത്തരത്തിലാണോ ഈ കേരളത്തിലെ കലാലയങ്ങൾ, സ്കൂളുകൾ പടുത്തുയർത്തിയിട്ടുള്ളത്? ഈ കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി എല്ലാ അധ്യയന വർഷവും ഒരു മീറ്റിംഗ് വിളിക്കും. ഈ മെയ് മാസവും മീറ്റിംഗ് വിളിച്ചു, അവതരിപ്പിച്ചു. ഫിറ്റ്നസ് കിട്ടാനുള്ള ആ തീരുമാനങ്ങളൊക്കെ പറഞ്ഞു. ആ ഫിറ്റ്നസ് കിട്ടാനുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കാനുള്ള നിബന്ധനകളിൽ 6ാമത്തെ ഖണ്ഡികയിൽ പറയുന്നുണ്ട് ഒരു ലൈൻ കമ്പി പോലും ആ സ്കൂൾ പരിസരത്തൂടെ പോകരുതെന്ന്. ഇന്നലെ എന്താ കണ്ടത്? അപകടകരമായ രീതിയിൽ ഒരു സ്കൂളിൻ്റെ പരിസരത്ത് കൂടി, സ്കൂളിൻ്റെ ഉള്ളിൽ കൂടി ലൈൻ കമ്പി വലിച്ചിരിക്കുകയാണ്. 40 വർഷമായില്ലേ ആ ലൈൻ കമ്പി ഒന്ന് KSB വലിച്ചു കെട്ടിയിട്ട്. ആ സ്കൂളിൻ്റെ മാനേജ്മെന്റ്, ഈ സർക്കാരിൻ്റെ പാർട്ടിക്കാര്, ലോക്കൽ കമ്മിറ്റി അംഗം നേതൃത്വം നൽകുന്ന മാനേജ്മെന്റ് അല്ലേ? അവിടുത്തെ 3 or 4 ലോക്കൽ കമ്മിറ്റി നേതൃത്വം കൊടുക്കുന്ന മാനേജ്മെന്റ് അല്ലേ? ആ മാനേജ്മെന്റ് പോലും ഈ കേരളത്തിലെ ഫിറ്റ്നസ് കിട്ടാനുള്ള നിബന്ധനകൾ പാലിക്കുന്നില്ല. ആരുടെ കഴിവുകേടാണ്? ഇവിടുത്തെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കഴിവുകേടല്ലേ? എന്തേ ശിവൻകുട്ടി, ഇനിയും നിങ്ങൾക്ക് ഉറക്കത്തിൽ നിന്ന് ഉണരാനായിട്ടില്ലേ? ഉറക്കത്തിൽ നിന്ന് ഉണർന്നിട്ടുള്ള ഒരാളുണ്ട്. രാത്രി സ്വപ്നം കണ്ടു, ഇന്ന് റാങ്ക് പട്ടിക പ്രഖ്യാപിക്കണം, ആ സമയത്ത് എല്ലാം മാറ്റി തിരുത്തിയേക്കാം. ആ സ്വപ്നം കണ്ട ഉടനെ പോയിട്ട് റാങ്ക് ലിസ്റ്റിലുള്ള ആ ഘടന അങ്ങ് മാറ്റുക ഒരു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി. ഫെബ്രുവരിയിൽ ആ പ്രോസ്പെക്ടസ് പ്രഖ്യാപിക്കുന്ന സമയത്ത് ഇവിടുത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് ബോധമുദിച്ചില്ലേ? എന്തുകൊണ്ട് അന്ന് ആ ഘടനയിൽ മാറ്റം വരുത്തിയില്ല? ഇവിടുത്തെ സ്കൂൾ വിദ്യാർത്ഥികൾ, ഞാനും പഠിച്ചതാ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ, ഈ കേരള സിലബസിൽ 2011 മുതൽ ഇവിടെ കീം എൻട്രൻസ് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ വിദ്യാർത്ഥികൾ എഴുതുന്നുണ്ട്. അന്നൊന്നും മാറ്റം വരുത്തേണ്ട. റാങ്ക് ലിസ്റ്റ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുമ്പ് എന്നാൽ ഇതങ്ങ് മാറ്റിക്കളയാം. അതങ്ങ് മാറ്റിയിട്ട് എന്തുണ്ടായി? ഈ കേരളത്തിലെ ആദ്യത്തെ 100 പട്ടികയിൽ 10-40 വിദ്യാർത്ഥികളുണ്ടായിരുന്നു കേരള സിലബസിൽ പഠിച്ചത്. അതിൽ 10-23 വിദ്യാർത്ഥികൾക്ക് പുറത്തു പോവേണ്ടി വന്നില്ലേ? ആ റാങ്ക് ലിസ്റ്റിൽ എൻ്റെ പേരുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയെയും അച്ഛനെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് എനിക്ക് എഞ്ചിനീയറിംഗും മെഡിക്കൽ വിദ്യാഭ്യാസവും കിട്ടുമെന്ന് പറഞ്ഞ് സന്തോഷിച്ചിരുന്ന വിദ്യാർത്ഥികൾ, ആ വിദ്യാർത്ഥികളുടെ അവകാശം അത് അട്ടിമറിക്കപ്പെട്ടില്ലേ? അവർക്ക് ആ റാങ്ക് ലിസ്റ്റിൽ നിന്ന് റാങ്ക് ലിസ്റ്റ് മാറ്റി പ്രഖ്യാപിച്ചപ്പോൾ പുറത്തു പോകേണ്ടി വരില്ലേ? 14,000 വിദ്യാർത്ഥികളുണ്ട്. അവരുടെ വിഷമം ആര് കാണും? ഉന്നത വിദ്യാഭ്യാസ മന്ത്രി മറുപടി പറയുമോ? ഇല്ല. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞാൽ എന്താണെന്നറിയോ? എനിക്ക് നിങ്ങളെ ഒന്നും ബോധിപ്പിക്കേണ്ട കാര്യമില്ല, നിങ്ങളല്ല കോടതിയെന്ന്. നിങ്ങളത് പറഞ്ഞത് മാധ്യമങ്ങളോടല്ല, ഈ കേരളത്തിലെ യുവാക്കളോടാണ്, വിദ്യാർത്ഥികളോടാണ്, പൊതുജനങ്ങളോടാണ്. നിങ്ങളല്ല കോടതി പോലും. വിദ്യാഭ്യാസ മന്ത്രി ഒരു കാര്യം മനസ്സിലാക്കണം. ഈ കേരളത്തിലെ ജനങ്ങളോടാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്, ഈ കേരളത്തിലെ ജനങ്ങളോടാണ് നിങ്ങളുടെ ധാർഷ്ട്യം. ആ ധാർഷ്ട്യം അവസാനിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ABVP ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അത് ഓർത്തുകൊള്ളൂ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി. ഞങ്ങളിനി നിങ്ങളുടെ വീട്ടിലേക്ക് വരണമെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് വരും. നിങ്ങൾക്ക് അവിടുന്ന് എഴുന്നേറ്റ് ഓടേണ്ടി വരും, രാജിവെച്ച് പുറത്തു പോകേണ്ടി വരും.
ഞാനൊന്നുകൂടി പറയുകയാണ് ഇവിടുത്തെ പൊതുവിദ്യാഭ്യാസ മന്ത്രിയോട്, ഈ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ കടമാണെങ്കിൽ അത് തുറന്നു പറയണം, പൈസ ഇല്ലെങ്കിൽ അത് തുറന്നു പറയണം. എന്താണ് പ്രശ്നം എന്നുള്ളത് തുറന്നു പറയണം. അതെല്ലാം മറച്ചു പിടിച്ചുകൊണ്ട് PR വർക്ക് ചെയ്തുകൊണ്ട് ഈ കേരളത്തിലെ സ്കൂളുകൾ ഉന്നത നിലവാരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം പാർട്ടിക്കാർക്ക് ഫിറ്റ്നസ് കൊടുത്തുകൊണ്ട് ഈ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ കൊണ്ടുപോകാനാണ് ഉദ്ദേശമെങ്കിൽ നിങ്ങളും ആ കസേരയിൽ ഇരിക്കില്ല. ആ കസേരയുടെ കാലൊടിച്ചുകൊണ്ട് നിങ്ങളെ രാജിവെപ്പിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. അതുവരെ ഞങ്ങൾ ശക്തമായ പ്രതിഷേധവുമായിട്ട് ABVP മുന്നോട്ട് പോകുമെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. 2, വിദ്യാഭ്യാസ മന്ത്രിയോടും ഈ പ്രശ്നങ്ങളിൽ ഉടനെ പരിഹാരമുണ്ടാക്കിയില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായിട്ട് ABVP മുന്നോട്ട് പോകുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്തതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. വന്ദേ മാതരം. വലിയ വാർത്ത എന്താ വെച്ചാ എക്സ്ക്ലൂസീവ്